നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃത്താല ആനക്കരയിൽ കുറുവാ സംഘത്തിൽ ഉൾപ്പെട്ടവരെന്ന് സംശയിക്കുന്ന തമിഴ്നാട്ടുകാരായ 2 മോഷ്ടാക്കൾ പിടിയിൽ. ഒരാളെ മോഷണത്തിനിടയിലും മറ്റൊരാളെ രക്ഷപ്പെട്ട് ഓടുന്നതിനിടയിൽ കിണറ്റിൽ വീണ നിലയിലുമാണ് പിടികൂടിയത്. തൃശൂർ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനകീയാസൂത്രണ പദ്ധതി നടത്തിപ്പിലും നികുതി പിരിവിലും ചാവക്കാട് നഗരസഭ ഒന്നാമതെത്തി. ജനകീയാസൂത്രണ പദ്ധതിയിൽ സംസ്ഥാനതലത്തിൽ ആദ്യ 10 ഇടം നേടിയും ചാവക്കാടിന്റെ മികവ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അടുത്ത 6 മാസത്തേക്കുള്ള മേൽശാന്തിയായി കൗപ്രമാറത്ത് അച്യുതൻ നമ്പൂതിരി ചുമതലയേറ്റു. രാവിലെ മേൽശാന്തിയായ പുതുമന ശ്രീജിത്ത് നമ്പൂതിരി അത്താഴപൂജ കഴിഞ്ഞ് താക്കോൽക്കൂട്ടം വെള്ളിക്കുടത്തിൽ നിക്ഷേപിച്ച് സ്ഥാനമൊഴിഞ്ഞു. വേനലവധിയും വൈശാഖമാസത്തിരക്കും കണക്കിലെടുത്ത് ക്ഷേത്രത്തിൽ ദർശന സമയം 1 മണിക്കൂർ വർദ്ധിപ്പിക്കുവാൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. എരുമപ്പെട്ടി നെല്ലുവായ് പാടശേഖരത്തിൽ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം. നെല്ലുവായ് പട്ടാമ്പി റോഡരികിലെ വിവാഹമണ്ഡപത്തിനോട് ചേർന്നുള്ള റോഡിലാണ് ഇക്കൂട്ടർ താവളമടിക്കുന്നത്. പോലീസ് നടപടിയെടുക്കണമെന്ന ആവശ്യം. വാർത്തകൾ വിശദമായി. തൃത്താല ആനക്കരയിൽ കുറുവാ സംഘത്തിൽ ഉൾപ്പെട്ടവരെന്ന് സംശയിക്കുന്ന തമിഴ്നാട്ടുകാരായ 2 മോഷ്ടാക്കൾ പിടിയിൽ. ഒരാളെ മോഷണത്തിനിടയിലും മറ്റൊരാളെ രക്ഷപ്പെട്ട് ഓടുന്നതിനിടയിൽ കിണറ്റിൽ വീണ നിലയിലുമാണ് പിടികൂടിയത്. ചൊവ്വാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് കുറുവാ സംഘത്തിൽ ഉൾപ്പെട്ടവരെന്നു കരുതുന്ന 2 മോഷ്ടാക്കൾ തൃത്താല പോലീസിന്റെ പിടിയിലായത്. തമിഴ്നാട് തേനി ജില്ലക്കാരായ ആണ്ടിപ്പെട്ടി തുമ്മക്കൊള്ളി സ്വദേശി കരുണാനിധി എന്ന രാജ, രാമനാഥപുരം കിടത്തിരികെ സ്വദേശി ജയരാമൻ എന്നിവരാണ് പിടിയിലാവുന്നത്. ഭീകരമോഷ്ടാക്കളായ കുറുവാ സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് ഇരുവരുമെന്നാണ് പ്രാഥമിക നിഗമനം. ഇതിൽ കരുണാനിധിയുടെ പേരിൽ മാത്രം 20-ലധികം മോഷണ കേസുകളുണ്ട്. ചൊവ്വാഴ്ച പുലർച്ചെ ആനക്കര സ്കൂളിനു സമീപം ആളില്ലാതെ അടഞ്ഞുകിടക്കുകയായിരുന്ന ബാലകൃഷ്ണന്റെ വീട്ടിലായിരുന്നു ആദ്യ മോഷണം. മറ്റു ദിവസങ്ങളാണ് ഇവിടെ ഉണ്ടാവാറുള്ളത്. ഈ വീക്കെൻഡ് ഞാൻ ചൊവ്വാഴ്ച കാലത്താണ് വന്നത്. തിങ്കളാഴ്ച മുടക്കും, പെരുന്നാളിന് മുടക്കാനും ചൊവ്വാഴ്ച കാലത്ത് ഇന്ന് കാലത്താണ് ഇവിടെ എത്തിയത്. ഈ വന്നപ്പോഴാണ് വീടിൻ്റെ പുറകുവശം തുറന്നു കിടക്കുന്നത് കണ്ട് നോക്കിയപ്പോൾ അലമാറകളും എല്ലാം തുറന്നു കിടക്കുന്നുണ്ട്. വസ്ത്രങ്ങളെല്ലാം പുറത്ത് വലിച്ചു വാരിയിട്ടുണ്ട്. ഞാൻ അലമാറയിൽ സൂക്ഷിച്ചിരുന്ന ഒരു 200 രൂപയുടെ കോയിൻ അവിടെ നിന്ന് പോയി കണ്ടു. പിന്നെ കൂടാതെ ചെറിയൊരു നടരാജ് വിഗ്രഹം ഉണ്ടായിരുന്നു, അതും കാണാണ്ടേയിട്ടുണ്ട്. ഇതാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഉടനെ തൃത്താല പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു. വീടിന്റെ പുറകുവശത്തെ വാതിൽ തകർത്ത് അകത്തുകടന്ന മോഷ്ടാക്കൾ ഇവിടെ നിന്നും 9,000 രൂപ വില വരുന്ന നടരാജ വിഗ്രഹവും നാണയങ്ങളും കവർന്നു. തുടർന്ന് സമീപത്തെ രാമചന്ദ്രന്റെ വീട്ടിലെത്തിയ മോഷ്ടാക്കൾ വീടിന്റെ മുൻവശത്തെ വാതിൽ തകർത്ത് അലമരയും മറ്റും തകർക്കുന്നതിനിടെ തൃത്താല പോലീസിന്റെ പട്രോളിംഗ് സംഘം ഇവിടെ എത്തുകയായിരുന്നു. മോഷണശ്രമം സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസ് ഉടൻ തന്നെ നടത്തിയ പരിശോധനയിലാണ് ജയരാമൻ പിടിയിലാവുന്നത്. ഇതിനിടെ പോലീസിനെ കണ്ട് രക്ഷപ്പെട്ടോടുന്നതിനിടെ കരുണാനിധി സമീപത്തെ വടക്കത്തുപടി ഹരിഗോപിയുടെ വീട്ടിലെ കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. കിണറിൽ നിറയെ വെള്ളമുണ്ടായിരുന്നതിനാൽ കരുണാനിധി പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. തുടർന്ന് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയാണ് ഇയാളെ കരക്കുകയറ്റുന്നത്. പിടിയിലായ മോഷ്ടാക്കളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുടെ സംഘത്തിൽപ്പെട്ട കൂടുതൽ പേർ മേഖലയിൽ എത്തിയിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. പിടികൂടിയ 2 മോഷ്ടാക്കളുമായി ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെ ആനക്കരയിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. തൃശൂർ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനകീയാസൂത്രണ പദ്ധതി നടത്തിപ്പിലും നികുതി പിരിവിലും ചാവക്കാട് നഗരസഭ ഒന്നാമതെത്തി. ജനകീയാസൂത്രണ പദ്ധതിയിൽ സംസ്ഥാന തലത്തിൽ ആദ്യ 10 ഇടം നേടാനും നഗരസഭയ്ക്ക് സാധിച്ചു. ജനകീയാസൂത്രണ പദ്ധതി നടത്തിപ്പിന്റെ ഭാഗമായി അടിസ്ഥാന സൗകര്യ വികസനം, മാലിന്യ സംസ്കരണം, കാർഷിക മേഖലയിലെ പുരോഗതി, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ നഗരസഭ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട്. നികുതി പിരിവിലെ കാര്യക്ഷമതയും നഗരസഭയുടെ നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. കൃത്യമായ നികുതി പിരിവിലൂടെ തനത് വരുമാനം വർദ്ധിപ്പിക്കാനും അതുവഴി കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്താനും നഗരസഭയ്ക്ക് സാധിച്ചു. വാർഡ് 9, 12, 26, 27 എന്നിവിടങ്ങളിൽ നികുതി പിരിവിൽ 100% നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിച്ച എല്ലാ ജീവനക്കാർക്കും ജനപ്രതിനിധികൾക്കും നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നന്ദി അറിയിച്ചു. ആളൂർ എടക്കളത്തൂർ റോഡിൽ സലൂൺ മാലിന്യം വലിച്ചെറിഞ്ഞവരെ കണ്ടെത്തി. ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആളൂർ എടക്കളത്തൂർ റോഡിലെ പാടശേഖരത്തിൽ മാലിന്യമുണ്ടെന്ന് വിവരം ലഭിച്ചയുടൻ ആരോഗ്യ വിഭാഗം മിന്നൽ പരിശോധന നടത്തി മാലിന്യം വലിച്ചെറിഞ്ഞവരെ കണ്ടെത്തി തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു. വലിച്ചെറിയൽ മുക്ത പഞ്ചായത്ത് പ്രഖ്യാപനത്തോടനുബന്ധിച്ചു നടക്കുന്ന ശുചീകരണ സ്ഥിതി പരിശോധനയുടെ ഭാഗമായിട്ടുള്ള പരിശോധനകൾക്കിടയിലാണ് ഈ മാലിന്യ ചാക്കുകൾ വലിച്ചെറിഞ്ഞ വിവരം ലഭിച്ചത്. ഏകദേശം 2 മണിക്കൂർ മാലിന്യം പരിശോധിച്ചാണ് തെളിവ് ശേഖരിച്ചത്. കുന്നംകുളം മെജസ്റ്റിക് ഫാർമയുടെ പേരിൽ കൊല്ലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മമ്മീസ് ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ് ഉൽപ്പന്നങ്ങൾ അയച്ചു നൽകിയ പ്ലാസ്റ്റിക് കവറുകളിലാണ്
സലൂണിലെ മുടിയുൾപ്പെടെയുള്ള മാലിന്യം അലക്ഷ്യമായി തള്ളിയത്. ഫ്ലിപ്കാർട്ടിന്റെ കവർ, സ്റ്റേഷനറി സ്ഥാപനത്തിന്റെ ബിൽ എന്നിവയിൽ നിന്നും കേച്ചേരി ആസ്ഥാനമായി പോന്നോർ ശിവനട ഒരുണിപ്പറമ്പിൽ AD സുമേഷിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ഐവറി മേക്കപ്പ് സ്റ്റുഡിയോ സലൂണിലെ മാലിന്യമാണെന്ന് കണ്ടെത്തി. അലക്ഷ്യമായി മാലിന്യം വലിച്ചെറിഞ്ഞതായി കണ്ടെത്തിയ സ്ഥാപനം നേരിട്ട് സന്ദർശനം നടത്തിയും ഫോണിൽ കൂടിയും വിവരം നൽകി അടുത്ത ദിവസം പഞ്ചായത്ത് ഓഫീസിലെത്തി പിഴയടയ്ക്കുവാൻ നിർദ്ദേശിക്കുകയായിരുന്നു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് സി, TS ശരത് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. 7 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 46 വയസ്സുകാരന് 19 വർഷം കഠിന തടവും 2.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കടപ്പുറം അഞ്ചങ്ങാടി ചാലിൽ ഹൈദ്രാലിയെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് അൻയാസ് തയ്യൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 10 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോട് കുട്ടിക്ക് മതിയായ നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരം നൽകാനും പ്രതിയിൽ നിന്ന് പിഴ ഈടാക്കുന്ന പക്ഷം കുട്ടിക്ക് നൽകാനും കോടതി വിധിച്ചു. 2021 ഡിസംബറിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്ന അതിജീവിതയെ പ്രതിയുടെ വീട്ടിൽ വെച്ചും 2022 ജൂൺ മാസത്തിനു ശേഷം അതിജീവിതയുടെ വീട്ടിൽ വെച്ചും ലൈംഗിക പീഡനം നടത്തി എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. എരുമപ്പെട്ടി നെല്ലുവായ് പാടശേഖരത്തിൽ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം. നെല്ലുവായ് പട്ടാമ്പി റോഡരികിലെ വിവാഹ മണ്ഡപത്തിനോട് ചേർന്നുള്ള റോഡിലാണ് സാമൂഹ്യവിരുദ്ധർ രാത്രികാലങ്ങളിൽ ഒത്തുകൂടുന്നത്. മദ്യപാനവും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറയുന്നു. മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളും പാടശേഖരത്തിലെ പല ഭാഗങ്ങളിലും വലിച്ചെറിഞ്ഞ അവസ്ഥയിലാണ്. പാടശേഖരത്തിലെ തോട്ടിൽ തടയണയ്ക്ക് സമീപത്തെ കുപ്പികൾ ചിതറിക്കിടക്കുന്നുണ്ട്. കുപ്പികൾ നെൽവയലുകളിൽ ചിതറിക്കിടക്കുന്നത് കർഷകർക്ക് ബുദ്ധിമുട്ടായി മാറി. പരിസരത്തുള്ള വീട്ടുകാർക്കും സാമൂഹിക വിരുദ്ധരുടെ വിളയാട്ടം ശല്യമാകുന്നതായും പരാതിയുണ്ട്. പൊട്ടുന്ന കുപ്പികളും പൊട്ടാത്ത കുപ്പികളായിട്ട് മദ്യപാനികൾ കൊണ്ടുവന്ന് ഈ പാടശേഖരത്തിൽ നിറച്ച് പിന്നീട് ഒരു പണിക്കിറങ്ങുന്ന സമയത്ത് മഴ പെയ്ത് പൂട്ടുകയും മറ്റും ചെയ്യുന്ന സമയത്ത് കൃഷിക്കാരെ കാലിൻ്റെ മുകളിൽ കുപ്പികൾ പൊട്ടുക, അങ്ങനെ അവർ ആസ്പത്രി പോവുക, അങ്ങനെ ദുരിതങ്ങൾ അനവധി സമയങ്ങളായിട്ട് ഇങ്ങനെ ദുരിതങ്ങൾ പല സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലവർക്കും അത് അനുഭവപ്പെട്ടിട്ടുണ്ട്. ആരും പ്രതികരിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നിരന്തരമായിട്ട് ഇത്തരം മദ്യപാനികളായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ചെറുപ്പക്കാർ അവരാണ് ഇത്തരം ദുരിതപൂർണമായിട്ടുള്ള കർഷകർക്ക് ദുരിതപൂർണ്ണവും അതേമാതിരി സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അറുതി വരുത്താൻ സമൂഹത്തിൽ മൊത്തം ആൾക്കാരും പ്രതികരിക്കണം എന്നാണ് എൻ്റെ ഭാഗത്ത്. പുന്നയൂർ പഞ്ചായത്ത് മന്നലാംകുന്ന് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന മന്നലാംകുന്ന് ബീച്ച് ഫെസ്റ്റിന് തുടക്കമായി. സാംസ്കാരിക സമ്മേളനം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ മറ്റു ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. തുടർന്ന് 6 മണിക്ക് പ്രശസ്ത ഗായിക യുംന അജിൻ ടീം നയിക്കുന്ന ഇശൽ നിലാവ് അരങ്ങേറി. ഏപ്രിൽ 2 വൈകിട്ട് 5 മണിക്ക് ദ്രുമതി ടീം നയിക്കുന്ന കൈക്കുട്ടിക്കളി, വോയിസ് ഓഫ് മാജിക് ലാബ് ബാനറിൽ പ്രശസ്ത സിനിമാറ്റിക് ഡാൻസർ നിൻസി സേവിയർ ആൻഡ് NFRG മോയൻസ് ടീം നയിക്കുന്ന സിനിമാറ്റിക് ഡാൻസ്, ഗാനമേള എന്നിവ നടക്കും. വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 14 വൈകിട്ട് ലാസ്യ നൃത്തസംഘം അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളിയും ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത ഓർക്കസ്ട്ര ഗ്രൂപ്പ് തൃശൂർ കലാസദൻ നയിക്കുന്ന ഗാനോത്സവ് 2025 നടക്കും. വർണ്ണമഴ എക്സിബിഷൻ, അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. മംഗലാംകുന്ന് ബീച്ച് ഫെസ്റ്റിവലിൽ ആദ്യമായി സ്നോ വേൾഡിൽ ഗോസ്റ്റ് ഹൗസും ഒരുക്കിയിട്ടുണ്ട്. ബീച്ച് വിജയത്തിനായും സന്ദർശകർക്ക് സുരക്ഷ ഒരുക്കുന്നതിനു വേണ്ടിയും 7 സബ് കമ്മിറ്റികൾ രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. വടക്കേക്കാട് SHO അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. വൺ വേ സംവിധാനത്തിലാണ് വാഹനങ്ങൾ നിയന്ത്രിക്കുന്നത്. വൈകിട്ട് 7 മണിക്ക് ശേഷം കടലിൽ ഇറങ്ങുന്നത് ശക്തമായ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മന്ദലാംകുന്ന് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി ചെയർമാനുമായ TV സുരേന്ദ്രൻ, കൺവീനറും വാർഡ് മെമ്പറുമായ അസീസ് മന്ദലാംകുന്ന്, VK ഇർഷാദുദ്ദീൻ, PK ഹസൻ, PA നസീർ, യൂസഫ് തണ്ണിത്തുറയ്ക്കൽ, മറ്റു ഭാരവാഹികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും. ഏപ്രിൽ 20 ബീച്ച് ഫെസ്റ്റിവൽ സമാപിക്കും. ജനസാഗരം തീർത്ത മന്നലാംകുന്ന് ബീച്ച് ഫെസ്റ്റിവൽ. ബീച്ച് ഫെസ്റ്റിവലിന്റെ 2ാം ദിനത്തിലും അത്യപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. ശക്തമായ ചൂടിലും വൈകിട്ട് 4 മണി മുതൽ സന്ദർശകർ എത്തിത്തുടങ്ങി. തിരക്ക് രൂക്ഷമായതിനെ തുടർന്ന്
നിയന്ത്രണങ്ങളോടെയാണ് ആളുകളെ കടലിലേക്ക് ഇറക്കിയിരുന്നത്. ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി വിവിധ റൈഡുകൾ അടങ്ങിയ കാർണിവലും ഒരുക്കിയിട്ടുണ്ട്. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ ചെയർമാനും വാർഡ് മെമ്പർ കൺവീനറുമായുള്ള ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റിയാണ് 3 വർഷമായി ബീച്ച് ഫെസ്റ്റിവൽ നടത്തുന്നത്. ചെറിയ പെരുന്നാൾ, വിഷു എന്നിവയുടെ ഭാഗമായി ആരംഭിച്ച ബീച്ച് ഫെസ്റ്റിവൽ ഏപ്രിൽ 20-ന് സമാപിക്കും. വാഹന നിയന്ത്രണത്തിന്റെ ഭാഗമായി വടക്കേക്കാട് പോലീസിനു പുറമെ ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി ഭാരവാഹികളും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും കർമ്മനിരതരാണ്. ചിൽഡ്രൻസ് പാർക്കിലും തിരക്കാണ് ഉണ്ടായത്. ജില്ലാ പഞ്ചായത്ത് കടങ്ങോട് ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ച് നവീകരണം നടത്തിയ എയ്യാൽ അംബേദ്കർ നഗർ സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, അംഗം KR സിമി, മുൻ അംഗം സന്ധ്യ ബാലകൃഷ്ണൻ, ഗിൽസൺ എയ്യാൽ, മധു എയ്യാൽ, ലളിത മണി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷവും ഗ്രാമപഞ്ചായത്ത് 2 ലക്ഷവും അടങ്കൽ തുക വകയിരുത്തിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. പ്രദേശത്തെ ആളുകൾക്ക് കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് ഒത്തുകൂടാൻ അംബേദ്കർ സങ്കേതം ഉപകരിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അടുത്ത 6 മാസത്തേക്കുള്ള മേൽശാന്തിയായി കവപ്രമാറത്ത് അച്യുതൻ നമ്പൂതിരി ചുമതലയേറ്റു. നിലവിലെ മേൽശാന്തിയായ പുതുമന ശ്രീജിത്ത് നമ്പൂതിരി അത്താഴപൂജ കഴിഞ്ഞ് താക്കോൽക്കൂട്ടം വെള്ളിക്കുടത്തിൽ നിക്ഷേപിച്ച സ്ഥാനമൊഴിഞ്ഞു. താക്കോൽക്കൂട്ടം സ്വീകരിച്ച അച്യുതൻ നമ്പൂതിരി ചുമതലയേറ്റു. അച്യുതൻ നമ്പൂതിരി 6 മാസക്കാലം ക്ഷേത്രത്തിൽ താമസിച്ച് പുറപ്പെടാ ശാന്തിയായി പൂജകൾ ചെയ്യും. സ്ഥാനമൊഴിഞ്ഞ മേൽശാന്തി ശ്രീജിത്ത് നമ്പൂതിരിക്ക് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഭഗവത് സേവനത്തിന്റെ സർട്ടിഫിക്കറ്റ് നൽകി. ഭരണസമിതി അംഗം C മനോജ് ഉപഹാരം സമ്മാനിച്ചു. അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ മേൽശാന്തി സേവനത്തിന്റെ തിരിച്ചറിയൽ കാർഡ് നൽകി. വേനലവധിയും വൈശാഖമാസ തിരക്കും കണക്കിലെടുത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശന സമയം 1 മണിക്കൂർ വർദ്ധിപ്പിക്കുവാൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെ ക്ഷേത്രനട ഉച്ചതിരിഞ്ഞ് 3:30-ന് തുറക്കും. ക്ഷേത്രനട തുറന്ന് ശീവേലി കഴിയുന്നതോടെ ഭക്തർക്ക് ദർശനം നടത്താം. നേരത്തെ വൈകിട്ട് 4:30-നാണ് നട തുറന്നിരുന്നത്. കാട്ടകാമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി നടത്തുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിന് ബുധനാഴ്ച തുടക്കമാകും. ഏപ്രിൽ 12-നാണ് പ്രതിഷ്ഠാദിനം. ക്ഷേത്രത്തിൽ ബുധനാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം സപ്താഹം ആരംഭിക്കും. വിഷ്ണു സഹസ്രനാമജപം, സമൂഹ പ്രാർത്ഥന എന്നിവയുണ്ടാകും. കോനംപുള്ളി ശ്രീറാം നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാവിലെ മുതൽ ഭാഗവത പാരായണം ആരംഭിക്കും. ദിവസവും വൈകിട്ട് കലാപരിപാടികളും അരങ്ങേറും. ഏപ്രിൽ 8-ന് പാതിരാക്കുന്നത്ത് പ്രസാദ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ സർപ്പബലി നടക്കും. പ്രതിഷ്ഠാദിനമായ 12-ന് രാവിലെ ബ്രഹ്മകലശപൂജ, കലശപൂജ, ഭഗവതിക്ക് ചാന്താട്ടം, കലശാഭിഷേകം, ശ്രീഭൂതബലി, പ്രസാദൂട്ട എന്നിവയും ഉണ്ടാകും. അത്താഴപൂജയ്ക്ക് ശേഷം ആന, മേളം എന്നിവയോടെ ചുറ്റുവിളക്കും നടക്കും. പച്ചയായ മനുഷ്യരുടെ കഥകളും ഗ്രാമീണ ഭാഷയുടെ ശീലും മനോഹരമായി അവതരിപ്പിച്ച കൊച്ചന്നൂർ സ്വദേശി മുസ്തഫ പെരുമ്പറമ്പത്തിന്റെ ചെറുകഥാ സമാഹാരം ഒപ്പാരി ദുബായ് ഗർഹൂദിലെ ബ്ലൂ സിറ്റി റെസ്റ്റോറന്റിൽ പ്രകാശനം ചെയ്തു. കവി മുരളി മംഗലത്ത് കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ഇസ്മയിൽ മേലടിക്ക് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. CP അനിൽകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഷംസീർ ചാത്തോത്ത് പുസ്തക പരിചയം നടത്തി. ചടങ്ങിൽ സാദിഖ് കാവിൽ, നിസാർ ഇബ്രാഹിം, YA സാജിദ, ഷാജി ഹനീഫ്, ജോയ് ഡാനിയൽ തുടങ്ങിയവർ സംസാരിച്ചു. കഥാകൃത്ത് മുസ്തഫ പെരുമ്പറമ്പത്ത് മറുപടി പറഞ്ഞു. ദുബായിലെ സാംസ്കാരിക കൂട്ടായ്മയായ കാഫ് ദുബായാണ് നോമ്പുതുറയോടൊപ്പം പുസ്തക പ്രകാശനവും ഒരുക്കിയത്. കുന്നംകുളം ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ച് നഗരസഭയ്ക്ക് മുമ്പിൽ മുടിമുറിച്ച് പ്രതിഷേധിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് കവിത പ്രേമരാജ്, ആശാപ്രവർത്തക സ്റ്റെല്ല എന്നിവരാണ് മുടിമുറിച്ച് പ്രതിഷേധിച്ചത്. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കവിത പ്രേമരാജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ വിജിനി ഗോപി, മിനി മോൻസി, നിഷ ജയേഷ്, മണ്ഡലം പ്രസിഡന്റ് മിഷ സെബാസ്റ്റ്യൻ, ബ്ലോക്ക് ഭാരവാഹികളായ വിജിലി മോശ, സുമ ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. അറിയിപ്പ്: മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ 3-ാം തീയതി വ്യാഴാഴ്ച വരെ നീട്ടിയിട്ടുള്ളതായി ഭക്ഷ്യവിതരണ വകുപ്പ് അറിയിച്ചു. 4-ാം തീയതി വെള്ളിയാഴ്ച റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം 5-ാം തീയതി ശനിയാഴ്ച മുതൽ ആരംഭിക്കും.
കാണിയാമ്പാൽ CMLP സ്കൂളിന്റെ 105-ാം വാർഷികവും യാത്രയപ്പ് സമ്മേളനവും അനുമോദന യോഗവും നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ ജയ്സിംഗ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ KM ഹൈസക്കിയേലിന്റെ സാന്നിധ്യത്തിൽ 2024 മികച്ച നൃത്ത സംവിധാനത്തിന് സംസ്ഥാന പുരസ്കാര ജേതാവായ ജിഷ്ണുദാസിനെയും LSS ജേതാവായ AR അഭിശ്രീ കൃഷ്ണയെയും ആദരിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന ആനിപ്പീറ്റ ടീച്ചർക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയിലെ മുതിർന്ന അംഗമായ രവി ആനായ്ക്കൽ പൊന്നാടയും സ്മരണയും നൽകി ആദരിച്ചു. സംഘാടക സമിതി കൺവീനറും പൂർവ്വ വിദ്യാർത്ഥിയുമായ പ്രേംരാജ് മണിയന്ത്ര, സ്റ്റാഫ് സെക്രട്ടറി സിമി സോളമൻ, വാർഡ് കൌൺസിലർ ബിനീഷ്, CK രവി, ബിജു സൈമൺ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച ശകുന്തള എന്ന ബാലെ, പ്രേംരാജ് മണിയന്ത്ര രചനയും രവി ആനായ്ക്കൽ സംവിധാനവും നിർവഹിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ ഉപനയനം എന്ന നാടകവും കലാപരിപാടികളും അരങ്ങേറി. പ്രമുഖ ഗാന്ധിയനും സ്വാതന്ത്ര്യ സമരത്തിലെ സജീവ പങ്കാളിയുമായിരുന്ന വലിയപുരയ്ക്കൽ കൃഷ്ണന്റെ ശതാബ്ദിയിൽ ഗുരുവായൂർ പാവർട്ടി മേഖലയിലെ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 5-ന് അനുമോദനം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 5 ശനിയാഴ്ച രാവിലെ 11-ന് ഗുരുവായൂർ രുക്മിണി റീജൻസിയിൽ നടക്കുന്ന അനുമോദന ചടങ്ങ് മുൻ നിയമസഭാ സ്പീക്കർ VM സുധീരൻ ഉദ്ഘാടനം ചെയ്യും. NK അക്ബർ MLA ഉപഹാര സമർപ്പണം നടത്തും. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് പൊന്നാട അണിയിക്കും. TN പ്രതാപൻ പ്രശസ്തി പത്രം സമർപ്പിക്കുകയും സ്വാമി പ്രബോധതീർത്ഥ ശിവഗിരി മഠം അനുഗ്രഹ പ്രഭാഷണവും നടത്തും. ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. ഏപ്രിൽ 1-ന് കൃഷ്ണന് 100 വയസ്സ് തികയുകയാണ്. സ്വാതന്ത്ര്യസമരത്തിന് നേതൃത്വം നൽകിയിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്ന കൃഷ്ണൻ സംഘടനയിൽ പാവർട്ടി വില്ലേജ് കോൺഗ്രസ് സെക്രട്ടറി, മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി, ചാവക്കാട് ഫോർട്ട് കൊച്ചി മണ്ഡലം സെക്രട്ടറി, പൊന്നാനി DCC അംഗം എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങളിൽ വിശ്വസിച്ച് SNDP പ്രസ്ഥാനങ്ങളിലും സജീവമായി പ്രവർത്തിച്ചിരുന്നു. ഗുരുവായൂരിൽ KK എളപ്പജി നയിച്ച ഗുരുവായൂർ ക്ഷേത്രപ്രവേശന ദിനാചരണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പാവർട്ടി സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ പങ്കെടുത്ത യോഗത്തിലേക്ക് പ്രത്യേകം ക്ഷണിക്കപ്പെട്ടിരുന്നു. വിവിധ സാമൂഹ്യ സാംസ്കാരിക വ്യാപാര സംഘടനകളുടെ ഭാരവാഹിത്വം വഹിച്ചു. ഈ അടുത്ത കാലം വരെ സൈക്കിളിൽ സഞ്ചരിച്ച് പൊതുപരിപാടികളിൽ പങ്കെടുത്തിരുന്ന കൃഷ്ണൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വിശ്രമജീവിതം നയിക്കുകയാണ്. ജീവിതത്തിൽ ഖാദി മാത്രം ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ R രവികുമാർ, വർക്കിംഗ് ചെയർമാൻ അരവിന്ദൻ പള്ളത്ത്, ജനറൽ കൺവീനർ ബാലൻ വാർനാട്ട്, ട്രഷറർ VK ജയരാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഏപ്രിൽ 5 ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ഗുരുവായൂർ രുക്മിണി റീജൻസിയിൽ വെച്ച് നടക്കുന്ന അനുമോദന ചടങ്ങ് മുൻ നിയമസഭാ സ്പീക്കർ ശ്രീ VM സുധീരൻ, ശ്രീ കൃഷ്ണേട്ടനുമായി ഏറ്റവും അടുപ്പമുള്ള പ്രിയപ്പെട്ട ശ്രീ VM സുധീരൻ ഉദ്ഘാടനം ചെയ്യും. ബഹുമാനപ്പെട്ട MLA ശ്രീ NK അക്ബർ ഉപഹാര സമർപ്പണവും നഗരസഭാ ചെയർമാൻ ശ്രീ M കൃഷ്ണദാസ് പൊന്നാട അണിയിക്കുകയും ശ്രീ TN പ്രതാപൻ അക്സർത്തി പ്രശസ്തി പത്രം സമർപ്പിക്കുകയും ചെയ്യും. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന ഇടവകയിലെ സെന്റ് സെബാസ്റ്റ്യൻ കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഐബാങ്ക് അസോസിയേഷൻ കേരളയും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയും ചേർന്ന് നേത്രദാന സമ്മതപത്രം ശേഖരിച്ചു. കുടുംബ കൂട്ടായ്മയിൽ നിന്നുള്ള 50 പേരുടെ നേത്രദാന സമ്മതപത്രം യൂണിറ്റ് പ്രസിഡന്റ് CV ബേബിയിൽ നിന്നും വികാരി ഫാദർ ജോഷി ആളൂർ, സഹവികാരി ഫാദർ ജീസ് അക്കരപ്പറ്റേക്കൽ എന്നിവർ ഏറ്റുവാങ്ങി. ഭാരവാഹികളായ MF സുനിൽ, മോൻസി MJ, ബിബിൻ CB, ഓസ്റ്റിൻ സെബി എന്നിവർ പങ്കെടുത്തു. കൈകോർക്കാം ലഹരിക്കെതിരെ. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയുള്ള യുവജന റാലിയും പൊതുസമ്മേളനവും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടന്നു. കുന്നംകുളം സെന്റ് തോമസ് സുറിയാനി പള്ളിയിൽ നിന്നും ആരംഭിച്ച റാലി പഴയ ബസ് സ്റ്റാൻഡിൽ പൊതുസമ്മേളനത്തോടെ സമാപിച്ചു. ലഹരിക്ക് അടിമയാക്കപ്പെട്ട ഒരു സമൂഹത്തെ പുനരുദ്ധരിക്കുവാനുള്ള ചുമതല സഭാ മക്കൾക്കുണ്ടെന്നും ലഹരിക്കെതിരെ കൈകോർക്കാം എന്ന സന്ദേശം ഓരോ ഇടവകയുടെയും ചുമതലയിൽ സമൂഹത്തിൽ എത്തിക്കണമെന്നും സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലിത്ത അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഫാദർ CM ഫിലിപ്പോസ് സ്വാഗതവും വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ നന്ദിയും പറഞ്ഞു. സഭാ ആത്മായ സെക്രട്ടറി ബിനോയ് മാത്യു മുഖ്യ സന്ദേശം നൽകി. സഭയുടെ വിവിധ ഇടവകകളിൽ നിന്നും യോഗത്തിൽ പങ്കെടുത്ത 100 കണക്കിന് യുവജനങ്ങൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ആത്മായ ട്രസ്റ്റി ഗീവർ മാണി, ബിജോയ് മാത്യു എന്നിവർ നേതൃത്വം നൽകി.
കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവക കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇടവക പാരിഷ് ഹാളിൽ ലഹരി വിരുദ്ധ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് സിഒ ആന്റണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ലഹരി വിരുദ്ധ ജാഗ്രതാ സദസ്സ് വികാരി ഫാദർ ഡേസൺ മുണ്ടോപുറം ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ പ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനുമായ GM സുരേഷ് ബാബു സമൂഹത്തിൽ ലഹരിയുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. ലഹരി വിരുദ്ധ ജാഗ്രതാ സദസ്സിന് ഇടവക വികാരി ഫാദർ ഡേസൺ മുണ്ടോപുറം, കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികളായ സിഒ ആന്റണി, VJ സുനിൽ, ML സുനിൽ, കൈക്കാരന്മാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുത്തിക്കാട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കുന്നംകുളം നഗരസഭ വൈസ് ചെയർമാൻ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൽപ്പകഞ്ചേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ജ്യോതി P. തമ്പി മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ ജില്ലാ പാരാ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻ ഹരി സുധാകരൻ വിശിഷ്ടാതിഥിയായി. തിരുത്തിക്കാട് കൂട്ടായ്മ ഭാരവാഹികളായ KJ അജേഷ്, P. അജിത്, അഭിനന്ദ് സാഗർ എന്നിവർ സംസാരിച്ചു. ലഹരിക്കെതിരെ ഈദ് ദിനത്തിൽ പ്രതിജ്ഞയെടുത്ത യൂത്ത്സ് പുന്നയൂർക്കുളം പ്രവർത്തകർ. പെരുന്നാൾ നമസ്കാരത്തിനു ശേഷം പ്രവർത്തകർ ഒത്തുകൂടി ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. അബ്ദുൽ ഗഫൂർ, PP ബാബു എന്നിവർ നേതൃത്വം നൽകി. കരിക്കാട് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറിയ പെരുന്നാൾ ദിനത്തിൽ പള്ളി അങ്കണത്തിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം നടന്ന പരിപാടിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. മഹല്ല് ഖത്തീബ് അബ്ദുൾ സത്താർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മഹല്ല് പ്രസിഡന്റ് യൂസഫ് ആലുങ്ങൽ, സെക്രട്ടറി അഷ്റഫ്, ട്രഷറർ ഡോക്ടർ ഷമീർ സുലൈമാൻ, ജമാൽ കരിക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്രൈസ്തവ ഗാനശാഖയ്ക്ക് മറക്കാനാകാത്ത ഒട്ടനവധി ഗാനങ്ങൾ സമ്മാനിച്ച പാസ്റ്റർ PP മാത്യുവിന്റെ ഓർമ്മയിൽ കുന്നംകുളത്ത് സംഗീത സായാഹ്നം നടന്നു. ടൗൺ ഹാളിൽ നടന്ന ഗുഡ് ന്യൂസ് ഫെസ്റ്റിവൽ 2025 IPC കുന്നംകുളം സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ സാം വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പാസ്റ്റർ സജിമോൻ ഫിലിപ്പ് വാളകം മുഖ്യ സന്ദേശം നൽകി. UPF ചെയർമാൻ പാസ്റ്റർ EG ജോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡോക്ടർ സാജൻ C. ജേക്കബ്, ഇവാഞ്ചലിസ്റ്റ് റോയ്സൺ I. ചീരൻ, പാസ്റ്റർ സുരേഷ് എടക്കളത്തൂർ തുടങ്ങിയവർ ഗാനാവതരണം നടത്തി. ഇവാഞ്ചലിസ്റ്റ് ജെയ്സൺ ജോബിന്റെയും സിസ്റ്റർ കെസിയ ജെയിംസിന്റെയും നേതൃത്വത്തിലുള്ള ഫേവറേറ്റ് ഗോസ്പൽ മെലഡി തൃശൂർ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. ചർച്ച് ഓഫ് ഗോഡ് കുന്നംകുളം ഗുരുവായൂർ സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ MG ഇമ്മാനുവൽ, IPC ചിറ്റൂർ സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ രാജൻ K. ഇഷായി, UPF ജനറൽ സെക്രട്ടറി പാസ്റ്റർ അനിൽ തിമോത്തി IPC, കുന്നംകുളം സെന്റർ സെക്രട്ടറി പാസ്റ്റർ വിനോദ് ഭാസ്കർ, സെക്രട്ടറി പാസ്റ്റർ ജോണി PJ എന്നിവർ നേതൃത്വം നൽകി. ലോകേജ്ഞാനൻ ഓട്ടം തികച്ചു, വന്ദനമേ യേശു രക്ഷകനൻ നായകനെ തുടങ്ങിയ നിരവധി അനശ്വര ഗാനങ്ങൾ സംഗീത സദസ്സിൽ ആലപിച്ചു. സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ പറപ്പുകാവ് പൂരാഘോഷത്തിന് കുടിവെള്ള വിതരണം നടത്തി കേച്ചേരിയൻസ്. UAE ജോലി ചെയ്യുന്ന കേച്ചേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്രവാസികളുടെ സംഘടനയായ കേച്ചേരിയൻസ് കേച്ചേരി പറപ്പുകാവ് പൂരത്തോടനുബന്ധിച്ചാണ് പൂരപ്രേമികളായ കാൽനട യാത്രികർക്ക് മിനറൽ വാട്ടർ സൗജന്യമായി വിതരണം ചെയ്തത്. ചൂണ്ടൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ് വെള്ള വിതരണം ഉദ്ഘാടനം ചെയ്തു. MM ഷംസുദ്ദീൻ അധ്യക്ഷനായി. ചൂണ്ടൽ പഞ്ചായത്ത് അംഗം ആൻഡോ പോൾ, കേച്ചേരിയൻ സെക്രട്ടറി പ്രവീൺ, ട്രഷറർ പ്രദീപ്, PK മുഹമ്മദ്, ഷക്കീർ പെരുമണ്ണ്, പരീത് മണലി, അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ ഈ വർഷം മുതൽ ഭഗവതിക്ക് പൊങ്കാലയിടൽ ആരംഭിച്ചു. കഴിഞ്ഞ വർഷം വരെ മീനമാസത്തിലെ ഭരണിനാളിൽ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതിയുടെ പ്രതീകമായ കൊരട്ടിക്കര ഭഗവതി ക്ഷേത്രത്തിൽ കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടന്നു വരുന്നുണ്ട്. ഈ വർഷം മുതലാണ് ഭഗവതിക്ക് പൊങ്കാലയിടൽ കൂടി ആരംഭിച്ചത്. നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ പൊങ്കാലയിടാനെത്തിയത്. മീനഭരണി ദിവസമായ രാവിലെ ദേവിക്ക് വിശേഷാൽ പൂജകൾ നടത്തിയ ശേഷം ക്ഷേത്രം പൂജാരി അനിൽ മേമ്പറമ്പത്ത് അടുപ്പിൽ അഗ്നി പകർന്നതോടെ ഭക്തജനങ്ങൾ പൊങ്കാല തയ്യാറാക്കാൻ ആരംഭിച്ചു. തുടർന്ന് ഭഗവതിക്ക് സമർപ്പിച്ചു. ക്ഷേത്രം രക്ഷാധികാരി നമ്പിയാട്ടിൽ വിശ്വംഭരൻ, സെക്രട്ടറി ഘോഷ് കുമാർ, മെമ്പർമാരായ സുബ്രൻ, ബാലകൃഷ്ണൻ, സുരേഷ്, സുഗതൻ, മാതൃസമിതി ഭാരവാഹികളായ ജീന സുഭാഷ്, സുജിത ഘോഷ് കുമാർ, സബിത പ്രശാന്ത്, നളിനി രാജൻ, വട്ടമാവ് ക്ഷേത്ര താലകമ്മിറ്റിയും നേതൃത്വം നൽകി. പൂരദിവസം പരമ്പരാഗത കൊടവേല നടത്തുന്ന കണിശത്ത് ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി ഭീനഭരണി നാളിലുള്ള കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടക്കുന്നത്.
വരും വർഷങ്ങളിലും മീനഭരണിക്ക് ഭഗവതിക്ക് പൊങ്കാല വഴിപാട് നടത്തുമെന്ന് ഭരണസമിതി ഭാരവാഹികൾ പറഞ്ഞു. കേച്ചേരി പറപ്പുകാവ് പൂര മഹോത്സവത്തോടനുബന്ധിച്ച് കേച്ചേരി പീപ്പിൾസ് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ സംഭാര വിതരണം നടത്തി. പൂരദിവസമായ തിങ്കളാഴ്ച തൃശൂർ കുന്നംകുളം റോഡിൽ മുസ്ലിം പള്ളിക്ക് സമീപം പ്രത്യേകം സജ്ജമാക്കിയ പന്തലിലാണ് സംഭാരം വിതരണം നടത്തിയത്. സംഭാര വിതരണത്തിന്റെ ഉദ്ഘാടനം സൊസൈറ്റി പ്രസിഡന്റ് നസീർ കേച്ചേരി നിർവഹിച്ചു. സെക്രട്ടറി അബ്ദുൾ മാലിക് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ സീതാകുമാരൻ, ജിൻഡോ വിൻസെന്റ്, പി പത്മജ, ബാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പൂരദിവസം അത്യഹിത സേവനങ്ങൾക്കായി പീപ്പിൾസ് സൊസൈറ്റിയുടെ സൗജന്യ ആംബുലൻസ് സേവനവും സജ്ജമാക്കിയിരുന്നു. 4ാം വർഷവും റംസാൻ പാട്ടുകൾ പാടി ചങ്ങരംകുളം തെരിയത്ത് സ്വദേശി 8ാം ക്ലാസ് വിദ്യാർത്ഥി ഫെർമീസ് താരമാകുന്നു. ചങ്ങരംകുളം മൂക്കുതല തെരിയത്ത് അച്ചിവീട്ടിൽ അഷ്റഫ് സലീന ദമ്പതികളുടെ 3 മക്കളിൽ ഇളയ മകൻ ഫെർമീസാണ് ഈദുന്നിലാവ് 2025 റംസാൻ ആലപത്തിൽ പാട്ടുകൾ പാടിയത്. മലയാളം, അറബി ഗാനം, മാപ്പിളപ്പാട്ട് തുടങ്ങിയ ഗാനങ്ങളിലൂടെ കുടുംബത്തിനകത്തു നിന്നാണ് കൊച്ചുമിടുക്കൻ പാട്ടുകൾ പാടി തുടങ്ങിയത്. സംഗീതത്തിനോടുള്ള താൽപര്യമറിഞ്ഞ് വീട്ടുകാർ ശ്രീനിവാഷുടെ പക്കൽ ശാസ്ത്രീയ സംഗീതം പഠിപ്പിച്ചു. വിദ്യാർത്ഥിയുടെ പടിപടിയായുള്ള ഉയരങ്ങൾക്ക് പിറകിൽ റഷീദ് ആലിക്കരയുടെ മികച്ച പിന്തുണയും വലിയ പ്രോത്സാഹനവും മുതൽക്കൂട്ടായി. കഴിഞ്ഞ 4 വർഷമായി ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാൾ ബക്രീദിനും ആത്മീയ ഗാനങ്ങളുടെ ആൽബങ്ങളിൽ പാട്ടുപാടി ഫെർമീസ് താരമായി. പള്ളികളിലെ മജ്ലിസുകളിലും കുടുംബക്കാരുടെ വിവാഹവേദികളിലും പാടിയ പാട്ടുകളെല്ലാം ഓരോ തവണയും സംഗീതത്തിന്റെ ഉയരങ്ങളിലേക്കുള്ള ചവിട്ടുപടികളായി. ആൽബത്തിനായി ലഭിച്ച അവസരങ്ങളിൽ പാടിയ പാട്ടുകൾ ഇതിനകം വൈറലായിട്ടുണ്ട്. ഇപ്പോൾ സീസൺ 7 കുട്ടിക്കുപ്പായം മാപ്പിളപ്പാട്ട് മത്സരത്തിൽ 2ാം റൗണ്ടിൽ എത്തിയ മിടുക്കൻ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണ്. മൂക്കുതല PCNGH സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഫെർമീസ് സ്കൂൾ യുവജനോത്സവങ്ങളിൽ ലളിതഗാനം, മാപ്പിളപ്പാട്ട്, അറബിഗാനം തുടങ്ങിയ ഇനങ്ങളിൽ നിരവധി സമ്മാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കോട്ടപ്പടി അഭയഭവൻ കോർഡിനേറ്റേഴ്സിന്റെ സംഗമവും അഭയഭവന് ലഭിച്ച ആംബുലൻസിന്റെയും ജനറേറ്ററിന്റെയും ഉദ്ഘാടനവും അഭയഭവൻ പ്രസിഡന്റും മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്തയുമായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. അഭയഭവൻ വൈസ് പ്രസിഡന്റ് ഫാദർ ജോസഫ് ചെറുവത്തൂർ, ഡയറക്ടർ ഫാദർ ഷിജു കാട്ടിൽ, കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് PC സൈമൺ, ഡോക്ടർ തോമസ് മാത്യു, ജ്യോതി, അജിത് M ചീരൻ, ഷിജു TC എന്നിവർ സംസാരിച്ചു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രോത്സവത്തിന് ഏപ്രിൽ 4 വെള്ളിയാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉത്സവത്തിന് മുന്നോടിയായി ചൊവ്വാഴ്ച ആരംഭിക്കുന്ന ദ്രവ്യകലശം വെള്ളിയാഴ്ച രാവിലെ ബ്രഹ്മകലശാഭിഷേകത്തോടുകൂടി സമാപിക്കും. അന്നേ ദിവസം വൈകിട്ട് 7:30 ക്ഷേത്രം തന്ത്രിമാരായ തെക്കേടത്ത് ശശീധരൻ നമ്പൂതിരി, അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറുന്ന ഉത്സവം ഏപ്രിൽ 11 ആറാട്ടോടുകൂടി സമാപിക്കും. ഉത്സവ ദിവസങ്ങളിൽ കാഴ്ചശീവേലി, നിറമാല, വിളക്കാചാരം, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, തായമ്പക എന്നിവ ഉണ്ടാകും. ക്ഷേത്രോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ഉത്സവബലി ഏപ്രിൽ 9-ാം തീയതി, പള്ളിവേട്ട ഏപ്രിൽ 10-ാം തീയതിയും നടക്കും. ഏപ്രിൽ 11 വെള്ളിയാഴ്ച വൈകിട്ട് 5 ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രക്കുളത്തിലേക്ക് ഗണപതി ഭഗവാൻ എഴുന്നള്ളിക്കും. ആറാട്ട് കഴിഞ്ഞ് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളിക്കും. ദേശപ്പറയും നടക്കൽപ്പറയും കഴിഞ്ഞ് ക്ഷേത്രത്തിലെത്തി കൊടിയിറങ്ങുന്നതോടുകൂടി ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനമാകും. ഏപ്രിൽ 13-ാം തീയതി ഞായറാഴ്ച കക്കാട് ദേശപൂരം ആഘോഷിക്കും. 13 ദേശ കമ്മിറ്റികളിൽ നിന്നായി 15-ൽ പരം പേരുകേട്ട ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. ക്ഷേത്രോത്സവ കലാപരിപാടികളുടെ ഭാഗമായി കഥകളി, ഭക്തിപ്രഭാഷണങ്ങൾ, നൃത്തനൃത്യങ്ങൾ, ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത്, ശീതങ്കൻ തുള്ളൽ, തിരുവാതിരക്കളി എന്നിവ ഉണ്ടാകും. ഏപ്രിൽ 6 ഞായറാഴ്ച പ്രശസ്ത സിനിമാ താരവും നർത്തകിയുമായ നവ്യ നായരും സംഘവും അവതരിപ്പിക്കുന്ന നവ്യം സുന്ദരം ഉണ്ടാകും.
ഏപ്രിൽ 12-ാം തീയതി ശനിയാഴ്ച രാത്രി 7 മണിക്ക് ഗാനമേളയും 14-ാം തീയതി തിങ്കളാഴ്ച രാത്രി 7 മണിക്ക് മ്യൂസിക് നൈറ്റും ഉണ്ടാകും. ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ 3 നേരവും അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് കെ സുബിദാസ്, സെക്രട്ടറി സുനീഷ് അയിനപ്പുള്ളി, വൈസ് പ്രസിഡന്റ് ഒ.എ. പരമൻ, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ, മെമ്പർ കെ മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. പുന്നയൂർ പാവിട്ടക്കുളങ്ങര ശിവഭദ്ര ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പട്ട് എടുത്തുവയ്ക്കൽ, തുടർന്ന് വടക്കും ഭാഗത്ത് ദണ്ഡൻ സ്വാമിക്ക് ഗുരുതി തർപ്പണം എന്നീ വഴിപാടുകൾ നടന്നു. പൂജകൾക്ക് ക്ഷേത്രം മേൽശാന്തി ശരത്ത് കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് 2:30 ക്ഷേത്രത്തിന്റെ വിവിധ ദേശങ്ങളിൽ നിന്ന് ഉത്സവവരവുണ്ടായി. തുടർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പും നടന്നു. കരിങ്കാളി, തിറ എന്നിവ വാദ്യമേളത്തോടുകൂടി കൂട്ടിയെഴുന്നള്ളിപ്പിൽ പങ്കാളികളായി. ചിലമ്പ് കലാവേദിയുടെ 3ാമത് ഉപഹാരമായ സുനിൽ തൊഴിയൂർ നയിക്കുന്ന മിലാന ഫോക്ക് ബാൻഡ് അവതരിപ്പിച്ച നാടൻ സംഗീത ഉത്സവവും ഉണ്ടായി. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പറപ്പൂക്കാവ് ക്ഷേത്ര മൈതാനം വൃത്തിയാക്കി ചൂണ്ടൽ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗങ്ങൾ. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടന്ന പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്ര പരിസരത്തും മൈതാനിയിലും നിറഞ്ഞ മാലിന്യങ്ങളാണ് ഹരിതകർമ്മസേനാംഗങ്ങൾ വൃത്തിയാക്കിയത്. കുടിവെള്ളവും സംഭാരവും വിതരണം ചെയ്ത പേപ്പർ ഗ്ലാസുകളും ആനയ്ക്കു നൽകിയ പനമ്പട്ടയും ആനപ്പിണ്ടവും ഉത്സവ കമ്മിറ്റികൾ ആഘോഷത്തിന്റെ ആവേശത്തിലെറിഞ്ഞ പേപ്പർ കഷ്ണങ്ങളുമടക്കം പൂരപ്പറമ്പ് നിറഞ്ഞുകിടന്നിരുന്ന മാലിന്യങ്ങളാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ ശുചീകരണം നടത്തിയത്. ക്ഷേത്ര മൈതാനിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ശുചീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് പി.ടി. ജോസ്, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ മേരി ജിഷ, IRTC കോർഡിനേറ്റർ CA അക്ഷയ്, പഞ്ചായത്ത് അംഗങ്ങളായ PS സന്ദീപ്, NS ജിഷ്ണു എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ 18 ഹരിതകർമ്മസേനാംഗങ്ങളാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായത്. 2 മണിക്കൂറിലേറെ സമയമെടുത്ത് ക്ഷേത്ര പരിസരത്തെയും മൈതാനത്തിലെയും മാലിന്യങ്ങൾ നീക്കം ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കിയാണ് ഹരിതകർമ്മസേനാംഗങ്ങൾ മടങ്ങിയത്. പന്നിശ്ശേരി മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ ആഘോഷിക്കും. ബുധനാഴ്ച പൂരമഹോത്സവവും വ്യാഴാഴ്ച വേലയുമാണ് ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുക. ബുധനാഴ്ച രാവിലെ നട തുറക്കലിന് ശേഷം ക്ഷേത്രം തന്ത്രി ഈക്കാട്ട് നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളുണ്ടാകും. തുടർന്ന് സംയുക്ത പൂരാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ക്ഷേത്രനടയിൽ എഴുന്നള്ളിപ്പ് ആരംഭിക്കും. 6 മണിക്ക് വിവിധ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം 8 മണിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. വ്യാഴാഴ്ച വൈകിട്ട് 6 മണി മുതൽ തെയ്യം, കാവടി, നാടൻ കലാരൂപങ്ങൾ എന്നിവ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തി സമാപിക്കും. ക്ഷേത്ര ഭാരവാഹികളായ VR ബാലകൃഷ്ണൻ, MV സഞ്ജീവ്, അജിത് കുമാർ തുടങ്ങിയവർ പൂരാഘോഷത്തിന് നേതൃത്വം നൽകും. കുട്ടഞ്ചേരി തുമ്പൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ നാഗപ്രതിഷ്ഠ തന്ത്രി നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ നിർദ്ദേശത്തിൽ പാതിരാക്കുന്നുമന സുരേഷ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. രാവിലെ വിശേഷാൽ പൂജകൾ, വൈകിട്ട് സർപ്പവലി, പഞ്ചവാദ്യം എന്നിവയും ഉണ്ടായി. ഗുരുവായൂർ എലൈറ്റ് ലീഷർ ലാൻഡിൽ വേനൽ അവധിക്കാലത്തെ നീന്തൽ പരിശീലനം ആരംഭിച്ചു. കുട്ടികൾക്കും മുതിർന്നവർക്കും വനിതകൾക്കും പ്രത്യേക ബാച്ചുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. 15 ദിവസത്തെ കോഴ്സ് പൂർത്തീകരിക്കുന്നവർക്ക് തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗീകൃത സർട്ടിഫിക്കറ്റ് നൽകും. പരിചയസമ്പന്നരായ പരിശീലകരുടെയും നീന്തൽക്കുളത്തിൽ ലൈഫ് ഗാർഡിന്റെയും സേവനം ഒരുക്കിയിട്ടുണ്ട്. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി ബന്ധപ്പെടുക. ഫോൺ 96 05 41 76 13. നമ്പർ ഒരിക്കൽ കൂടി 96 05 41 76 13. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8510 രൂപ, പവന് 68,080 രൂപ.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 112 രൂപ. ചരമം ചൊവ്വന്നൂർ പുതുരുത്തി വളപ്പിൽ ദേവകി നിര്യാതയായി. 96 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ദാസൻ, രാധാ സുബ്രഹ്മണ്യൻ, രമണി ചന്ദ്രൻ, ഗീതാ പ്രസാദ് എന്നിവർ മക്കളാണ്. എളവള്ളി പറക്കാട് കരുമത്തിൽ പരേതനായ ഗോപാലൻ ഭാര്യ കമല നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം എളവള്ളി പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിൽ നടന്നു. മഹേഷ്, സന്ധ്യ എന്നിവർ മക്കളാണ്. അഞ്ഞൂർ തൊഴിയൂർ പരേതനായ പള്ളിപ്പറമ്പിൽ ചേനൻ മകൻ വേലായുധൻ നിര്യാതനായി. 72 വയസ്സായിരുന്നു. ദീർഘകാലം തൊഴിയൂർ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാൻ ആയിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. തങ്കമണി ഭാര്യയും സുഗതൻ, സുബിത, സുരഭി എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃത്താല ആനക്കരയിൽ കുറുവാ സംഘത്തിൽ ഉൾപ്പെട്ടവരെന്ന് സംശയിക്കുന്ന തമിഴ്നാട്ടുകാരായ 2 മോഷ്ടാക്കൾ പിടിയിൽ. ഒരാളെ മോഷണത്തിനിടയിലും മറ്റൊരാളെ രക്ഷപ്പെട്ട് ഓടുന്നതിനിടയിൽ കിണറ്റിൽ വീണ നിലയിലുമാണ് പിടികൂടിയത്. തൃശൂർ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനകീയാസൂത്രണ പദ്ധതി നടത്തിപ്പിലും നികുതി പിരിവിലും ചാവക്കാട് നഗരസഭ ഒന്നാമതെത്തി. ജനകീയാസൂത്രണ പദ്ധതിയിൽ സംസ്ഥാനതലത്തിൽ ആദ്യ 10 ഇടം നേടിയും ചാവക്കാടിന്റെ മികവ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അടുത്ത 6 മാസത്തേക്കുള്ള മേൽശാന്തിയായി കവപ്രമാറത്ത് അച്യുതൻ നമ്പൂതിരി ചുമതലയേറ്റു. രാവിലെ മേൽശാന്തിയായ പുതുമന ശ്രീജിത്ത് നമ്പൂതിരി അത്താഴപൂജ കഴിഞ്ഞ് താക്കോൽക്കൂട്ടം വെള്ളിക്കുടത്തിൽ നിക്ഷേപിച്ച് സ്ഥാനമൊഴിഞ്ഞു. വേനലവധിയും വൈശാഖമാസത്തിരക്കും കണക്കിലെടുത്ത് ക്ഷേത്രത്തിൽ ദർശന സമയം 1 മണിക്കൂർ വർദ്ധിപ്പിക്കുവാൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. എരുമപ്പെട്ടി നെല്ലുവായ് പാടശേഖരത്തിൽ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം. നെല്ലുവായ് പട്ടാമ്പി റോഡരികിലെ വിവാഹമണ്ഡപത്തിനോട് ചേർന്നുള്ള റോഡിലാണ് ഇക്കൂട്ടർ താവളമടിക്കുന്നത്. പോലീസ് നടപടിയെടുക്കണമെന്ന ആവശ്യം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.